സുന്നത്തായ ഹജ്ജ്, സുന്നത്തായ സിയാറത്ത് എന്നൊക്കെ പറയുന്നത് വലിയ പുണ്യമുള്ള അമലല്ലേ. ആ അമലിന് പോലും പെണ്ണിന് മഹറമില്ലാതെ പോവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മറ്റ് സുന്നത്തായ കാര്യങ്ങൾക്ക് തീരെ പോകാൻ പാടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാലോ. ഇമാം മുസ്ലിം റളിയല്ലാഹു, ഇമാം ബുഖാരി റളിയല്ലാഹുനൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മുകളിലുള്ളത്. ലാ തുസാഫിരിൽ മർഅത്തു ഇല്ലാ മഅ ദീ മഹറമിൻ. ഒരു പെണ്ണ് എങ്ങോട്ട് യാത്ര പോവുകയാണ്, യാത്ര എന്നത് പറയലപ്പോഴാണ് സ്വന്തം മഹല്ല് വിട്ടു പോകുന്നതിനെ കുറിച്ചാണ് യാത്ര എന്ന് പറയുക. നമ്മുടെയൊക്കെ മഹലിനൊരു പരിധി ഉണ്ടാവും. ആ പരിധി വിട്ട് അഥവാ ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുന്ന അതാണ് അതിൻ്റെ പരിധി. നമ്മുടെ നാട് എന്ന് പറയുന്ന ആ പ്രദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ് യാത്ര എന്ന് പറയുക. അങ്ങനെയുള്ള എല്ലാ യാത്രകൾക്കും പെണ്ണിന് പോകണമെങ്കിൽ ഒന്നിരിക്കൽ ഭർത്താവ് വേണം, അല്ലെങ്കിൽ മഹറമായ പുരുഷന്മാർ വേണം. ഉപ്പയോ ആങ്ങളയോ മകനോ അമ്മാവനോ പോലുള്ള മഹറമായ പുരുഷന്മാരുണ്ടാവും നിർബന്ധമാണ്. അത് പള്ളി കാണാൻ പോവുകയാണെങ്കിലും കണക്കാണ്, മക്ബറ സിയാറത്ത് ചെയ്യാൻ പോവുകയാണെങ്കിലും കണക്കാണ്, ഒരാളെ കാണാൻ പോവുകയാണെങ്കിലും കണക്കാണ്. അതേസമയം ഒരു പെണ്ണിന് ഒരു ചികിത്സ, ഒരു രോഗം പിടിപെട്ടു, ആ രോഗത്തിന് പറ്റിയ ഡോക്ടർമാർ നമ്മുടെ മഹലിൽ ഇല്ലതാനും, എങ്കിൽ കൂടെ പോകാൻ പറ്റിയ ഭർത്താവുമില്ല, അല്ലെങ്കിൽ മഹറമായ പുരുഷന്മാരും ഇല്ലാത്തൊരു പെണ്ണാണ് എങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാം? അതൊരു ഫർളായ കാര്യം, ചികിത്സിക്കാൻ. ഈ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾക്ക് ആ പെണ്ണിന് സ്വന്തം മഹല്ല് വിട്ട് ഒറ്റക്കും പോവാം. ഒരു അത്യാവശ്യമാണല്ലോ. അതും പെണ്ണുങ്ങളായ ഡോക്ടറിനെങ്കിൽ പെണ്ണുങ്ങളായ ഡോക്ടറെ അടുത്തേക്കാണ് പോകേണ്ടത്. അതില്ലാത്ത അത്യാവശ്യ ഘട്ടം വന്നെങ്കിൽ മാത്രമേ പറ്റൂ. അങ്ങനെ നിർബന്ധമായേക്കാവുന്ന കാര്യങ്ങൾക്ക് അല്ലാതെ പെണ്ണിന് ഒരു കാര്യത്തിന് വേണ്ടിയും സ്വന്തം മഹല്ല് വിട്ട് മഹറമില്ലാതെ പോകാൻ പാടില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ സിയാറത്ത് പ്ലാൻ ചെയ്യാണ്, മഹാന്മാരെ കാണാൻ പോവാണ്, അതിനൊക്കെ എന്ത് ചെയ്യുക? ഉപ്പാൻ്റെ കൂടെയോ ഭർത്താവിൻ്റെ കൂടെയോ ആങ്ങളമാരുടെ കൂടെയോ ഒക്കെയാണ് പെണ്ണ് പോകേണ്ടത്.